ഹായ്. അപ്പോൾ ഇത് നമ്മൾ എൻ്റെ ചിങ്കിടികൾ കടയിലൊക്കെ പോയി വന്നിട്ട് ഞാൻ എന്നെ പൊളിച്ച് പാപ്പരാക്കിയിട്ടിരിക്കുകയാണ്. മിഠായിയൊക്കെ മേടിച്ചിട്ട് കേട്ട് മിഠായി കിട്ടിക്ക. ഇത് കിട്ടാൻ്റെ അവിടെ സൈഡാണ് വരുന്നത്. കടയിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. എന്താണ്ടോ ഇക്കണ്ട അത്ര ഇക്കൊന്നും വേണ്ടത് കളറാണ്. കളർ മിഠായി ഒന്ന് വാങ്ങിച്ച് കഴിച്ചുവിടാന്ന് പറഞ്ഞാൽ മക്കൾ കേൾക്കൂല. എന്നാ കൊടുത്തോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ മിഠായി ഇത് കളറാണ് ഇതിൽ ചേർക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവർക്ക് ഈ കളർ കണ്ടിട്ടാണ് ഇതൊന്നും വാങ്ങിക്കരുത്. പക്ഷെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? എന്നിട്ട് വേറെ ഞാനല്ല വാങ്ങിച്ചേട്ടോ, അവിടെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് സിഗരറ്റ് എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഇക്ക വന്നേന്നു. ആ ഇക്കയാണ് വാങ്ങിച്ചു കൊടുത്തേട്ടോ. ഈ മിഠായി ഒന്നും ഞാൻ വാങ്ങിച്ചെടുക്കില്ല. ഞാൻ വാങ്ങിക്കണമെങ്കിൽ എന്താണ്ടോ പഴം ഇതൊക്കെ വാങ്ങിക്കുള്ളൂ. പഴങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കും. അപ്പോൾ ഇത് അംഗൻവാടി വിട്ട് വരുന്ന ടൈം ആയതുകൊണ്ട് ഇത് പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ വാങ്ങിക്കുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ കളർ മിഠായി കാര്യങ്ങളൊന്നും മക്കൾക്ക് കൊടുത്തുവിടട്ടോ. ആരും ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ ആരും പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ. കടയുടെ ഫ്രണ്ട് തന്നെ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതാണ്ടില്ലേ. അപ്പം അതായിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര ഒച്ചയും ബഹളമായിരുന്നു കരച്ചിലിട്ടിട്ട്. എന്നിട്ട് ബിസ്ക്കറ്റ് വേറെ അത് പറ്റില്ല, എടുക്കുന്നതൊന്നും പറ്റില്ല. അങ്ങനെയുണ്ട് ഞാൻ നിർത്തി. ഇനി വേണ്ട ബിസ്ക്കറ്റ് കാരണം. ഇനി ഞാൻ ബിസ്ക്കറ്റ് തൽക്കാലം ഇത് മേടിച്ചു കൊടുത്തു കേട്ടോ. കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കൂല. അവന് എന്തോ എന്നൊരു വാശി. എന്തായിരുന്നു റെന്ന വാശി പറഞ്ഞ? റെന്ന എന്തിനായിരുന്നു വാശി പറഞ്ഞ? ആരെ മിഠായി മേടിച്ചെന്ന്? ഏത് കാക്ക? എവിടക്ക് തന്നോ? അപ്പൊ എന്തിനാ കരഞ്ഞത്? ഒരു മുടിമത്തെ കറുപ്പ് കളർ. അതൊന്നല്ല. ഏത് ബിസ്ക്കറ്റിന് കരഞ്ഞത്? ഓന് ചോക്ലേറ്റ് ബിസ്ക്കറ്റിനെ കരഞ്ഞത്. ചോക്ലേറ്റ് ബിസ്ക്കറ്റിന് വലിയ പാക്കറ്റ് 100 രൂപയുടെ പാക്കറ്റ് ബിസ്ക്കറ്റിന് ഡെയിലി തന്നെയാണ് പരിപാടിയായി. അപ്പോൾ നല്ല പഴമോ ഇങ്ങനത്തെ വല്ല സംഭവങ്ങളൊക്കെ മക്കൾക്ക് മേടിച്ചു കൊടുക്കട്ടെ. ഇജാതി സാധനങ്ങളൊന്നും വാങ്ങി കൊടുക്കല്ലേ. ഇങ്ങനെ ഇക്ക വാങ്ങി കൊടുത്തോണ്ടാ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. ഇതല്ല കയ്യിൽ വരെ നമ്മളെ കയ്യിൽ വരെ കളർ പിടിക്കുന്നത് അങ്ങനത്തെ സാധനമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനത്തെ കളറിൽ മിഠായി ഒന്നും വാങ്ങിച്ചിട്ട് ആരും പ്രോത്സാഹിപ്പിക്കാണ്ടിരിക്കുക. അല്ല പഴങ്ങളോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുക നല്ലത്.